കേന്ദ്ര ബജറ്റിൽ കേരളമെന്ന സംസ്ഥാനത്തോട് കാട്ടിയ അവഗണനയാണിപ്പോൾ പൊതുചർച്ച. സമൂഹ മാധ്യമങ്ങളിലെങ്കും വലിയ ട്രോളുകളാണ് BJPക്കെതിരെ പ്രചരിക്കുന്നത്. കാരണം ഇത്തവണ വമ്പൻ പ്രഖ്യാപനങ്ങൾ കേരളത്തിന് വേണ്ടി ഉണ്ടാകുമെന്ന അവകാശവാദമായിരുന്നു BJP നേതാക്കൾ മുന്നോട്ട് വെച്ചത്. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. പതിവിന് വ്യത്യസ്തമായി ഇത്തവണ മാധ്യമങ്ങളെ അടക്കം ക്ഷണിച്ച് ബജറ്റ് അവതരണം നടക്കുമ്പോൾ സംസ്ഥാന നേതാക്കളും കേന്ദ്ര നേതാക്കളുമൊക്കെ അണിനിരുന്നുകൊണ്ട് ആ ബജറ്റ് വീക്ഷിക്കുന്നത് അടക്കമുള്ള ദൃശ്യങ്ങളൊക്കെ BJP ഓഫീസിൽ നിന്നും പുറത്തു വന്നതാണ്. വമ്പൻ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് അവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ മറികടന്നുകൊണ്ട് ഒരു തരത്തിലുള്ള പരിഗണനയും ഇല്ലാത്ത ഒരു കേന്ദ്ര ബജറ്റാണ് കടന്നു വരുന്നത്. കാരണം ചില വമ്പൻ പദ്ധതികളാണ് കേരളം പ്രതീക്ഷിച്ചിരുന്നത്. കേരളം പോലെ ഒരു സംസ്ഥാനം ഇത്തരമൊരു പ്രതീക്ഷ വയ്ക്കുന്നതിന് പിന്നിലും ഒരു രാഷ്ട്രീയമുണ്ട്. അത് കേരളത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങൾക്കപ്പുറം BJP എന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ നടത്താൻ പോകുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ ഈ ബജറ്റ് പ്രഖ്യാപനത്തിൽ ഊന്നിയാവണമെന്ന പ്രതീക്ഷയാണ് അവർക്കുണ്ടായിരുന്നത്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അതാണ് സംഭവിക്കപ്പെട്ട കേരളം. വികസിത കേരളം, ഇതാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വികസിത കേന്ദ്രം എന്ന മുദ്രാവാക്യമാണ്. വികസിത കേന്ദ്രം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ പങ്കെന്ത്, എവിടെ എന്ന ചോദ്യം കൂടി ഉയരും. സ്വാഭാവികമായും ആ മുദ്രാവാക്യത്തിൻ്റെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് പോവുകയാണ്. BJP കേന്ദ്രങ്ങളിൽ പൊതുവിലൊരു മൗനമുണ്ട്. ഇതിനെ എങ്ങനെ വിശദീകരിക്കുമെന്ന് പാടുപെടുന്നുണ്ട് അവർ. നേരത്തെ തന്നെ പ്രധാനമന്ത്രി കേരളത്തിലെത്തിയപ്പോൾ മോദിയുടെ ഉറപ്പെന്ന അദ്ദേഹം മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ ആ ഗ്യാരണ്ടി എവിടെയെന്ന ചോദ്യമൊക്കെയാണ് സമൂഹ മാധ്യമങ്ങൾ ഉയരുന്നത്. എന്തായാലും ഈ സാഹചര്യത്തെ രാഷ്ട്രീയ നേട്ടമാക്കുകയാണ് ഇടതു വലതു മുന്നണികൾ. ചോദ്യം ഉയരുകയാണ്. നിയമസഭയിലടക്കം അതിൻ്റെ പ്രതിഫലനമുണ്ട്. എന്തുകൊണ്ട് കേന്ദ്ര ബജറ്റിൽ കേരളത്തോട് ഇത്ര വലിയ അവഗണന ഉണ്ടായി എന്ന ചോദ്യമാണ്. കേന്ദ്ര പ്രഖ്യാപനത്തെ മുൻനിർത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കാനിരുന്ന BJPക്ക് കടുത്ത നിരാശയാണ്. ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചിട്ടും തിരുവനന്തപുരത്തെ പരാമർശിക്കുന്ന ഒരു പദ്ധതി പോലും ഈ ബജറ്റിൽ ഇടം പിടിച്ചിട്ടില്ല എന്ന പ്രത്യേകതയുമുണ്ട്. ബജറ്റ് അവഗണനയെ വിശദീകരിക്കുന്നത് എങ്ങനെയെന്നതാണ് BJPയെ കുഴയ്ക്കുന്ന വിഷയം. BJP കേന്ദ്രങ്ങളിലാകെ കടുത്ത നിരാശയുണ്ട്. ഇതിനിടെ ഹൈസ്പീഡ് റെയിൽ പദ്ധതി പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന നിലപാടിൽ തന്നെയാണ് ശ്രീധരൻ. ഈ ശ്രീധരൻ ഇന്ന് അദ്ദേഹം പൊന്നാനിയിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ പ്രവർത്തനവും ആരംഭിച്ചിട്ടുണ്ട്. ആ തരത്തിൽ തയ്യാറെടുപ്പുകളുമായി ഈ ശ്രീധരൻ മുന്നോട്ട് പോവുകയാണ്. ഉടൻ പ്രഖ്യാപനമുണ്ടാകും, താൻ വളരെ വേഗത്തിൽ എന്നതാണ് ശ്രീധരൻ്റെ നിലപാട്. അദ്ദേഹം രാവിലെയാണ് ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. പിന്നീട് മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. ഓഫീസിൽ ഞങ്ങൾ കയറി, ഓഫീസ് തുറന്നു. സ്റ്റാഫ് വളരെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ എല്ലാവരും എത്തിയിട്ടില്ല. അവിടെ ഓരോരുത്തരെയും വന്ന് ചേരും. ഇന്ന് മുതൽക്ക് ശരിക്കും ഒഫീഷ്യലായിട്ട് ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് മുതൽക്ക് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നാട്ടുകാർക്ക് ഒരു ഉപദ്രവം ഉണ്ടാവുള്ളൂ. വേഗം പണി കഴിഞ്ഞോ പണം ജാസ്തിയാവുകയുള്ളൂ. കാരണം വേഗം പണി തീർക്കാനുള്ള എങ്ങനെ ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ഞങ്ങളുടെ ആക്ച്വൽ ഫീൽഡ് വർക്ക് അത് ഒരു ജൂൺ 1 ആകുമ്പോഴേക്കും തീർക്കണമെന്നാണ് എൻ്റെ വിചാരം. ഞാൻ റെയിൽവേ മിനിസ്റ്റർ 16-ാം തീയതി പോയി കണ്ടതാണ്. അന്നാണ് ഈ വിഷയം ആദ്യമായി സംസാരിച്ചും തീർച്ചയായും. അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു, ഇനി ബഡ്ജറ്റ് ഇടാൻ പറ്റില്ല, എന്തായാലും സോലി അത് ബഡ്ജറ്റ് ഇടേണ്ട ആവശ്യമില്ല. റെയിൽവേ മിനിസ്റ്റർ ഗോട്ട് ഫുൾ പവേഴ്സ് ടു ഡു എനി സർവേ എനിവർ. ഈ ശ്രീധരൻ വളരെ കോൺഫിഡൻസിലാണ് പദ്ധതി കേരളത്തിലേക്ക് വരും എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാദം. പക്ഷേ ഇത് സംഭവിക്കുമോ എന്തായാലും കണ്ടറിയണം. CV അനുമോദുണ്ട്. അനുമോദ്, ഈ ശ്രീധരൻ്റെ ഈ ആത്മവിശ്വാസം BJP കേന്ദ്രങ്ങൾക്കില്ല എന്നതാണ് വസ്തുത. കാരണം അവരാരും ഇതിനെ അങ്ങ് ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല. എന്താണ് ഈ ആശയക്കുഴപ്പത്തിൻ്റെ അടിസ്ഥാനം? ഈ ശ്രീധരൻ ഇന്ന് ഓഫീസ് ഉദ്ഘാടനം നടത്തിയതിന് ശേഷം അദ്ദേഹം പങ്കുവയ്ക്കുന്ന ഈ കോൺഫിഡൻസ് എന്താണ്? കേന്ദ്ര സർക്കാരിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള നേരിട്ടുള്ള നിർദ്ദേശമോ ഉത്തരവുകളോ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടോ? സജിത്ത്, ഇതേ ചോദ്യം തന്നെയാണ് നമ്മളും ഈ ശ്രീധരനോട് ചോദിച്ചത്. ഉത്തരവുകളായിട്ടൊന്നും തന്നെ കൈപ്പറ്റിയിട്ടില്ല. പക്ഷേ തനിക്ക് വാക്കാൽ ഉറപ്പ് കിട്ടിയിട്ടുണ്ട് കേന്ദ്രമന്ത്രിയിൽ നിന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കേന്ദ്രമന്ത്രി നേരിൽ കണ്ട് ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചു, ഈ വിഷയം സംസാരിച്ചു, ഹൈസ്പീഡ് റെയിൽ വരേണ്ടതിൻ്റെ ആവശ്യകതയും ബോധ്യപ്പെടുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നൽകിയ നിർദ്ദേശത്തിൻ്റെ പിന്നാലെയാണ് ഈ ഒരു പദ്ധതിക്കായി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സർവേ നടപടികൾ തുടങ്ങാനുള്ള തീരുമാനമാണ് ആദ്യം കൈക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ടമായി
ഭാഗമായിട്ടാണ് ഇപ്പോൾ ഓഫീസ് തുറന്നിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ തന്നെ ഫെബ്രുവരിയോടെ തന്നെ സർവേ നടപടികൾക്ക് തുടക്കമാകും. ജൂണിന് മുൻപായിട്ട്, മഴക്കാലത്തിന് മുൻപായിട്ട് സർവേ നടപടികൾ പൂർത്തീകരിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ കൂടുതൽ ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള ഒരു സർവേ ആയിരിക്കും ഉണ്ടാവുക. അത്തരത്തിൽ ജനങ്ങളെ നേരിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി അവരെ നേരിൽ ബോധ്യപ്പെടുത്തി മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ പ്രതികരണങ്ങൾ അത് ആദ്യഘട്ടത്തിൽ വരുന്നത് ഇതിനെ അംഗീകരിക്കാൻ അല്ലെങ്കിൽ ഇത് ഒരു യാഥാർത്ഥ്യമാകാത്ത പദ്ധതിയാണ് എന്ന തരത്തിലാണ്. അങ്ങനെയല്ല, ഇതുമായി ബന്ധപ്പെട്ട സർവേ നടപടികൾ പൂർത്തീകരിക്കുമ്പോൾ സർക്കാരിന് ഇത് അംഗീകരിക്കേണ്ടതായിട്ട് വരുമെന്നും ഇ ശ്രീധരൻ പറയുന്നു. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആത്മവിശ്വാസമാണ് ഈ ഒരു നടപടികൾക്ക് ഇപ്പോൾ അടിസ്ഥാനമായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി തനുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ പരമാവധി ജനങ്ങളിലേക്ക് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എത്തേണ്ടതുണ്ട് എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നതെന്നും ഇ ശ്രീധരൻ അഭിപ്രായപ്പെടുമ്പോൾ അദ്ദേഹം സ്വന്തം നിലയിൽ ഈ ഒരു ഹൈസ്പീഡ് റെയിൽ എന്ന പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇത് സംഭവിക്കുന്ന ഒരു പദ്ധതി തന്നെയാണെന്നും നേരത്തെ മുന്നോട്ട് വെച്ച ഇപ്പോൾ സർക്കാർ പറഞ്ഞ RRTS-നേക്കാൾ പ്രായോഗികമായിട്ടുള്ളൊരു പദ്ധതിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്ന നടപടികളാണ് അല്ലെങ്കിൽ വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ പൊന്നാനിയിലെ വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു ഹൈസ്പീഡ് റെയിൽ പദ്ധതിക്കായി DMRC-യുടെ പേരിലുള്ള ഓഫീസും ഇപ്പോൾ പ്രവർത്തന സജ്ജമായിരിക്കുന്നത്. ഇപ്പോൾ ആദ്യ ദിവസങ്ങളിൽ യോഗങ്ങൾ ചേർന്ന് ഫെബ്രുവരിയോടെ അവസാനത്തോടെ ഇതുമായി ബന്ധപ്പെട്ട സർവേ നടപടികൾ തുടങ്ങാനുള്ള തീരുമാനത്തിലാണ് ഇ ശ്രീധരൻ ഉള്ളത്. സജിത്ത്. അനുമോദ്, ഇന്നലെ ഈ കേന്ദ്ര ബജറ്റിന് ശേഷം കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, കേരളം പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിലുള്ളവർ മറ്റ് സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്യുന്നവരല്ലേ, അപ്പോൾ ഹൈസ്പീഡിൻ്റെ പ്രയോജനം അവിടങ്ങളിൽ കിട്ടും എന്നതാണ്. അതായത് കേരളത്തിനൊരു പുതിയ പദ്ധതി ഉണ്ടാകുമെന്ന സൂചനയൊന്നും അദ്ദേഹം പങ്കുവച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് ഇ ശ്രീധരൻ ഈ പദ്ധതി എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഈ പരിപാടിയിൽ ഒരു BJP നേതാക്കളുടെ പങ്കാളിത്തമൊക്കെ ഉണ്ടായിരുന്നു. BJPയുടെ ഒരു പ്രാദേശിക നേതൃത്വമൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ പ്രഖ്യാപനങ്ങളോട്, ഈ വാദങ്ങളോട് എത്ര കണ്ട് അനുകൂല നിലപാടാണ് എടുക്കുന്നത്? കാരണം ഈ ശ്രീധരൻ ഒരു BJPയുടെ മുഖം കൂടിയാണല്ലോ, അതുകൊണ്ടാണ് ആ ചോദ്യം. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ BJPയുടെ ആരും തന്നെ എത്തിയിട്ടില്ല. ഡൽഹി DMRC-യുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ മുൻപ് ഒപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിനൊപ്പമുള്ളവരും തന്നെയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത്. BJPയുടെ ഭാഗത്തുനിന്ന് പ്രാദേശികമായിട്ടുള്ള ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾക്കും അവരാരും തയ്യാറായിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല എന്ന തരത്തിലാണ് BJP ഇതിനെ ഉയർത്തി കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് DMRC-യെ അല്ലെങ്കിൽ ഇ ശ്രീധരനെ കേന്ദ്രമന്ത്രി ചുമതലപ്പെടുത്തിയത് അദ്ദേഹം സർവേ നടത്തട്ടെ, അതുമായി മുന്നോട്ട് പോകട്ടെ, ഇതിന് ഇപ്പോൾ പ്രതികരിക്കേണ്ട സാഹചര്യമായിട്ടില്ല എന്ന തരത്തിലാണ് അവരുടെ ഭാഗത്തുനിന്ന് പ്രതികരണം. ഇതിൽ രണ്ട് പ്രധാന പ്രശ്നങ്ങളുണ്ട് സജിത്ത്. ഒന്ന്, ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള രേഖാമൂലമുള്ള അറിയിപ്പുകളോ പ്രഖ്യാപനങ്ങളോ പരസ്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമതായിട്ട് ഇ ശ്രീധരൻ സ്വന്തം നിലയിൽ താല്പര്യത്തിൽ സ്വന്തം റിസ്ക് എടുത്ത് എന്ന് പറയാം, അദ്ദേഹത്തിൻ്റെ ഒരു മുൻകൈ എടുത്തുള്ള നടപടിയായിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രായോഗികതയും ഇതിൻ്റെ മറ്റ് നടപടികളൊക്കെ ഒന്ന് വ്യക്തമായതിനു ശേഷം ഇക്കാര്യത്തിൽ കൂടുതൽ നടപടികളിലേക്ക് എടുക്കാം അല്ലെങ്കിൽ മുന്നോട്ട് പോകാം എന്ന തരത്തിലേക്കാണ് പൊതുവെ ഒരു നിലപാട് ഉണ്ടായിരിക്കുന്നത്. ഈ ശ്രീധരനെ തള്ളിക്കളയുക അദ്ദേഹത്തിൻ്റെ സാമർഥ്യം മുൻപ് തന്നെ തെളിയിക്കപ്പെട്ടതാണ്. അപ്പോൾ അദ്ദേഹം അത്തരത്തിൽ സ്വന്തം നിലയിലൊരു ഇനീഷ്യേറ്റീവ് എടുത്തൊരു മുൻകൈ എടുത്ത് നടപടികളായി മുന്നോട്ട് പോകുമ്പോൾ അത് സർവേ നടത്തി ഇതിൻ്റെ ഒരു സാഹചര്യങ്ങൾ പ്രായോഗികത എത്രമാത്രം ബോധ്യപ്പെട്ടതിന് ശേഷം ഇതിലേക്ക് കടക്കാമെന്നൊരു നടപടിയിലാണ് സർക്കാർ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് BJP ഇത്തരത്തിലൊരു പ്രഖ്യാപനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇതിലെ ഒരു പ്രായോഗികതയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയോ ഒരുപക്ഷെ ആ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന് മറ്റ് ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് BJPയെ സംബന്ധിച്ചും വലിയ ബാധ്യത ഉണ്ടാക്കും, അല്ലെങ്കിൽ അവർക്കത് ഏറ്റെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരും. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടു തന്നെയാണ് BJP ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നത്. വികസന കാര്യങ്ങൾ ഈ ശ്രീധരൻ നടത്തട്ടെ, സർക്കാരിൻ്റെ പ്രഖ്യാപനങ്ങൾ വന്നതിന് ശേഷം ഇക്കാര്യങ്ങളിൽ മറ്റ് നടപടികളിലേക്ക് അല്ലെങ്കിൽ പ്രതികരണങ്ങളിലേക്ക് പോകാമെന്നൊരു നിലപാടിലാണ് BJP പ്രാദേശികമായിട്ടുള്ള നേതൃത്വം പോലും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. യെസ്, എന്തായാലും ഈ ശ്രീധരൻ്റെ കോൺഫിഡൻസ് BJPക്ക് ഇപ്പോൾ തൽക്കാലമില്ല എന്ന് കരുതാം. ഒരുപക്ഷെ നാടകീയമായ ചില പ്രഖ്യാപനങ്ങൾക്ക് ഇനിയും സാധ്യതയുണ്ടോ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ബജറ്റിലല്ലാതെ തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് കേരളവുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന പ്രഖ്യാപനങ്ങൾ ആ സാധ്യത തള്ളിക്കളയണ്ട എന്ന് BJP കേന്ദ്രങ്ങൾ പറയുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.